നമ്മുടെ ഇട്ടിച്ചേന്റെ മോളില്ലേ ജെൻസി, അവളുടെ ഇച്ചായന്റെ സിസ്റ്റർ ലീനയാ പറഞ്ഞത്. ആ സെയിം പാറ്റേണാ, അത് തന്നെ. ആ ഫെമിനയില് മറിയ ആൻഡ്രൂസിന്റെ ഫാഷൻ പേജ് കണ്ടില്ലേ, അത് തന്നെയാ. ഒരു 10 പവനെങ്കിലും കാണും. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത്. ഗുഡ് നൈറ്റ് ആന്റി. എന്തോ നാടാ ഇത്? ഇന്ന് എന്നെ സംസാരിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുന്ന കാര്യമല്ലേ. അവളിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കും, ഇവിടുത്തെ ഫോൺ എങ്കിലും ആക്കാതെ. എടാ എന്റെ പൊന്നു മോനെ, മമ്മി വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നം ചർച്ച ചെയ്യുമല്ലായിരുന്നോ? സോന പിന്നെയാണേലും വിളിക്കും. അവളുടെ ഒരു മരിയ ആൻഡ്രൂസ് ഫെമീന. ഹലോ ഹലോ. ഇല്ലല്ലോ, സണ്ണി ഡോക്ടർ മദ്രാസിൽ പോയിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞ് വരൂ. ആ പറഞ്ഞേക്കാം. ഞാനിവിടെ ജീവനോടെ പന പോലെ ഇരുന്നിട്ടും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞ എന്റെ പപ്പ അതാ രാധാകൃഷ്ണൻ ഡോക്ടറാ. ഇനി നിങ്ങളുടെ അന്താരാഷ്ട്ര കത്ത് കൂടെ കഴിയുമ്പോ അവൾ അവിടെ എസ് ടി ഡി ബൂത്ത് കിടന്നുറങ്ങേണ്ടി വരും. ആ മക്കള് പ്രായപൂർത്തിയായി കഴിഞ്ഞാ പിന്നെ അപ്പനും അമ്മമാർക്കും ഒരു ഫോൺ വിളിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലല്ലോ. ഹലോ. Hi, this is Sona calling from the Garden City. This is Abhi speaking from the Queen of Arabian Sea. എപ്പോ എത്തിയടാ നീ? Evening 7:30. ഹോട്ടലിൽ എത്തി ഫ്രഷ് ആയി ഉടനെ നിന്നെ വിളിക്കുക. നീ അവിടെ എന്തെടുക്കുവാ? നിന്റെ ഫോണും കാത്തിരിക്കായിരുന്നടാ, കൊറേ നേരമായി. നിനക്കെന്നെ കാണാതെ ബോറടിക്കുന്നുണ്ടോടാ? അയ്യോ ഭയങ്കര ബോറാടാ, കോളേജിൽ പോകാൻ തന്നെ തോന്നില്ല. നിന്റെ സെലക്ഷൻ എന്തായി? ചിലപ്പോ കിട്ടുമായിരിക്കും, നോക്കാം. ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. സംസാരിക്കാൻ അവളുടെ കാശുണ്ടാവൂടാ? ഉണ്ടായിരിക്കും. ഞാൻ അവളോടൊരു ഹലോ പറയട്ടെ. ഹലോ മോളെ, ബാംഗ്ലൂർ എന്നൊക്കെ ഉണ്ട് വിശേഷം? കുറെ നേരമായല്ലോ. ഞാൻ അവളോട് 2 വർഷം കൈ കിട്ടോ. ഹലോ. പിന്നെ എന്തൊക്കെയുണ്ട് പറയടാ. മായാമയും ജോബച്ചനോടെ കാത്തിരിക്ക. ഇപ്പൊ തന്നെ വിളിച്ചേക്ക്. നീ നാളെ വിളിക്കൂല്ലേ? അല്ലേ വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹോട്ടലിലെ നമ്പർ എത്രയാ? 8273-561. നീ ഒരു പേന എടുത്ത് എഴുത്, മറക്കും. ഇല്ലടാ, 8273-561 അല്ലേ? റൂം നമ്പർ 403. ശരി, നീ നിന്റെ നാടകവും കുറച്ചൊക്കെ തീർത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാ. ഓക്കെ, ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കാണാமல் இருக்கும் பொழுது கண் துடிக்கும், பேசாமல் இருக்கும் பொழுது நெஞ்சம் படபடக்கும். I understood everything அபேஸ். இதுதான் காதல் ஏக்கம் என்பது. பக்கத்துல இருக்கும்போது சும்மா இருக்கிறது, எங்கேயோ போனதுக்கு அப்புறம் போன் வரலன்னு போனையே முறைச்சு பாக்குறது. இந்த மாதிரி காதல் ஏக்கத்தை நான் எத்தனை படத்துல பாத்திருக்கேன் கண்ணா. ഒന്ന് ചുമ്മാ ഇരി. ഇത് കാതൽ ഏക്കോറക്കൊന്നുമല്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല. കാണാതായപ്പോ ഒരു ഇത്. அந்த இதுதானப்பா அது. இந்த இதெல்லாம் என்கிட்ட விடாம மனசுக்குள்ள பதுக்கி வச்சிருக்கிறது எல்லாம் கொஞ்சமா இன்ஸ்டால்மெண்ட்ல வெளியில எடுத்து விடு. அதுவும் இல்லாம பாப்பா பக்கத்து வீடு, பாக்குறதுக்கு அழகான பொண்ணு, என்ன மாதிரி சிகப்பான பொண்ணு. சும்மா லவ் பண்ண வேண்டியதானே. ஏதோ நீங்க கொஞ்சம் லவ் பண்ணா எனக்கு கொஞ்சம் டைம் பாசிங்க. அதை விட்டுட்டு ஃப்ரெண்டாவது கிண்டாவது வேஸ்ட். பஞ்சும் நெருப்பும் பக்கத்தில் இருந்தால் நெருப்புத்தான் வரும். தீ ஃபயர், ഫയർ താൻ കാതൽ എന്നത്. അതുതാൻ കാതലിൻ തത്വം. ലവ്സ് ഫിലോസഫി. മതി, ലവ്സ് ഫിലോസഫി. ഇനി ലവ്സ് ഒന്നോ കാതലൊന്നും മിണ്ടിയ സോന അറിഞ്ഞ എന്താ കരുതുക? പപ്പയും മമ്മി അറിഞ്ഞ എന്താ കരുതുക? അയ്യടാ, ஆத்திரிக்கா பஜ்ஜி கொலக்கட்ட. எல்லாருக்கும் தெரிஞ்சு பண்ணனா அது காதல் இல்லப்பா. யாருக்கு தெரியாம பண்ணினாதான் அது காதல். இந்த மாதிரி காதலை எத்தனை படத்துல பாத்திருக்கேன். இந்த எத்திரிக்கா பட்டி குட்டி பேசாம சாப்பிட்டு படுத்து தூங்கு மகனே. தூங்கும் போது சும்மா தூங்காத, கனவு கண்டுகிட்டே தூங்கு. ஸ்வீட் ட்ரீம்ஸ். வந்துருச்சு, ஆசையில் வாடி வந்தேன், காதல் வந்துருச்சு. George Bernard Shaw became a vegetarian when he was 25. His reading of the works of the English poet Shelley had some influence in leading him to refrain from eating meat. But the stronger motive was his deep feeling that animals are our fellow beings and should not be slain for human food. ഫ്രണ്ട് ബാംഗ്ലൂർക്ക് പോയില്ലേ? അതാ ഫ്യൂസ് പോയ ബൾബ് പോലെ ഈ ഇരിപ്പ്. എന്താ ഈ അവർ ക്ലാസ് കിട്ടിയതേ? ഒന്നുമില്ല. വർഷം എന്താ കറഞ്ഞേ? അത് ഒന്നുമില്ല. എന്നോട് കുറച്ചു നേരം സംസാരിക്കാൻ വിരോധമുണ്ട് എബിക്ക്? എനിക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു കപ്പ് കുടിക്കാം. എനിക്ക് വേണ്ട, വർഷം പോയി കുടിച്ചിട്ട് വരൂ. അയ്യേ, എനിക്കും വേണ്ട, വെറുതെ സംസാരിക്കാൻ. എനിക്ക് സംസാരിച്ചോളൂ. ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം നമുക്ക്. ഇന്ന് ആദ്യമായിട്ടാ എബി ഒന്ന് തനിച്ച് കിട്ടുന്നത്. എബി ഇരിക്കേ. നമുക്ക് ബെസ്റ്റ് വിഷസ് നടന്നിട്ടാ സോന പോയത്. തിരിച്ചു വരുമ്പോ പറയാൻ
ഒരു സർപ്രൈസ് ഉണ്ടാവണമെന്നും പറഞ്ഞു. എബി എന്തോ ആലോചിക്കുകയാണ്. ഏയ് ഒന്നുമില്ല. യു മിസ് ഹർ അല്ലേ? അത്രയ്ക്ക് ഇഷ്ടമാണോ ആ കൂട്ടുകാരിയെ? വർഷയ്ക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ. അതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ അവോയ്ഡ് ചെയ്യുന്നില്ലല്ലോ, വർഷയ്ക്ക് വെറുതെ തോന്നിയതാവും. എന്നു മുതലേ ഞാൻ എബിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. ആദ്യമൊക്കെ ഡൗട്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഇടയ്ക്ക് ഓർക്കും സോന ആവാൻ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന്. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ, ഈ ഫ്രണ്ട്ഷിപ്പ് വെറും ജാടയല്ലേ? ലോകത്തിൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇങ്ങനെ ഫ്രണ്ട്സ് മാത്രമായിട്ട് കഴിയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും മനസ്സ് നാടും. അല്ലെങ്കിൽ ഒന്ന് കാണാതാവുമ്പോഴേക്കും ഇങ്ങനൊരു ഫീലിംഗ്, ഇങ്ങനെ ഈ ടെൻഷൻ ഒരിക്കലും ഉണ്ടാവില്ല. ഉള്ളിന്റെ ഉള്ളിൽ അറിയാതെ എബി സോനയെ സ്നേഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തിനാ വേറൊരു കാരണവുമില്ലാതെ എന്റെ ഇഷ്ടം എബി കണ്ടില്ലെന്നടിക്കുന്നത്? സോനയോട് തോന്നുന്നത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ എന്റെ ഇഷ്ടം എബി തിരിച്ചറിയും. എനിക്ക് ഉറപ്പുണ്ട്. അതെന്നായാലും അതുവരെ ഞാൻ കാത്തിരിക്കും. എന്റെ കോളാണ് മാം. ഹാപ്പി ബർത്ത്ഡേ ഡാ. Many many happy returns of the day. താങ്ക് യു എബിഡാ. ഇന്നലെ രാത്രി തന്നെ ഞാൻ കോൾ ബുക്ക് ചെയ്തിട്ട് കിടന്നത്. ആദ്യം വിളിക്കുന്നത് ഞാനായിരിക്കണമെന്ന് കരുതിയിട്ട്. പക്ഷെ നീ എന്നെ പറ്റിച്ചു. നിന്നോട് ആരോട് ആദ്യം വിളിക്കാൻ പറഞ്ഞത്? എനിക്കറിയാം നീ വെളുപ്പിനെ എന്നെ വിളിക്കുമെന്ന്. അതുകൊണ്ടല്ലേ അതിന് മുമ്പേ ഉണർന്ന് ഞാൻ വിളിച്ചത്. നമ്മൾ ഒരുമിച്ചല്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ ജീവിതത്തില്. ഐ മിസ് യുടാ. മിസ് യു ടു ഡാ. കഷ്ടായി പോയി. ഞാനിവിടെ ആരോടും മിണ്ടിട്ടില്ല ബർത്ത്ഡേയുടെ കാര്യം. സണ്ണിച്ചായനോടും ബേബാൻഡിയോടും പപ്പയോടും മമ്മിയോടും ഒക്കെ പറഞ്ഞേക്ക് ഇന്ന് ആഘോഷം ഒന്നും വേണ്ടാന്ന്. ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. ഓക്കേടാ. പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അതിനു മുൻപ് നിനക്കും ഉണ്ട് ഒരു സർപ്രൈസ്. അതെന്താ? ആദ്യം നിന്റെ സർപ്രൈസ് പറ. ആദ്യം നീ പറ. ഓക്കെ, നീ ഫോൺ വെച്ചിട്ട് നേരെ വീട്ടിൽ ചെന്ന് എന്റെ ബെഡ്റൂമിൽ ഹെഡ് റെസ്റ്റിന്റെ മുകളിലെ ഷെൽഫ് തുറന്നു നോക്ക്. ഓക്കെ, അതിനു മുമ്പ് എന്റെ സർപ്രൈസ്. നീ ഫോൺ വെച്ചിട്ട് ആ റൂമിന്റെ വാതിൽ തുറന്നു നോക്കിയേ. നോക്ക്, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ. Happy birthday to you, Sona. And all the best from Abby. ഇന്നലെ പാതിരായ്ക്ക് അവൻ ഫോൺ ചെയ്തിട്ട് രാത്രി തന്നെ എവിടുന്നെങ്കിലും ഒരു ബൊക്കെ സംഘടിപ്പിച്ച് രാവിലെ സോനയെ വിളിച്ചുണർത്തി തരാൻ ഞങ്ങളെ ഏൽപ്പിച്ചു. രാത്രി ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. മിനിമം 5-6 പ്രാവശ്യം വിളിച്ചു കാണും. പുലർച്ചെ വീണ്ടും വിളിച്ചു. ഹാപ്പി ബർത്ത്ഡേ സോന. താങ്ക് യു. I miss you, Da. I miss you very, very badly. നമ്മൾ ഒരുമിച്ചല്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ. Let us pray to God that this never happens again. Never ever again. With love and all the best on your... No. Our happy birthday. Sona. When you want me, you just close your eyes and I will be with you. Only a heartbeat away. When you want me, you just close your eyes and I will be with you. Only a heartbeat away. Sona. നിനക്കെന്നെ കാണണമെന്ന് തോന്നുമ്പോൾ നീ നിന്റെ കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. ഒരു ഹൃദയമിടിപ്പിന്റെ ദൂരത്തിനപ്പുറം. അപ്പോൾ ഞാൻ നിന്റെ അരികിലുണ്ടാവും. ഓ ഗോഡ്, എനിക്ക് എന്താ പറ്റിയത്?
ഞാൻ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടിയത്? ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും തോന്നാൻ പാടില്ലാത്ത കാര്യമല്ലേ ഇത്? എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി? അവളിതറിഞ്ഞ എങ്ങനെയാവും റിയാക്ട് ചെയ്യുക? ഒരുപക്ഷെ അവളങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ലെങ്കിൽ ഒക്കെ വെറുതെ ആവില്ലേ? ലോകത്തിൽ ഒരാൺകുട്ടിക്കും പെൺകുട്ടിക്കും ഫ്രണ്ട്സ് മാത്രമായി കഴിയാൻ പറ്റില്ലെന്ന് വർഷ പറഞ്ഞത് സത്യമാണെന്ന് വരില്ലേ? ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല ഒരിക്കലും. അറിയാതെ മനസ്സിൽ തോന്നിയതൊക്കെ മനസ്സിനകത്ത് തന്നെ കുഴിച്ചു മൂടിക്കോളാൻ ഞാൻ. എനിക്കതിന് കഴിയും. അതിനുള്ള ശക്തി തരണം. ഈ നിമിഷം മുതൽ അവൾ എൻ്റെ പഴയ സോനയാണ്. എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് മാത്രമായ സോന ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും. ഐ പ്രോമിസ് ബിഫോർ യു, മൈ ലോർഡ്. കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം. ഹലോ ബോണസ്. ഹായ് എബി. ഹായ് പ്രകാശ്. സായമിസിന് സേഫ് എത്തിച്ചിട്ടുണ്ടോ? താങ്ക് യു. മറന്നു പ്രകാശ്, കൺഗ്രാലേഷൻസ്. Thank you. അല്ല, ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് പ്രൈസ് പ്രതീക്ഷയാണല്ലോ. എന്ത് പറ്റി സെക്കൻഡ് ആയി പോയെ? ഒക്കെ ഒരു തരം ക്ലിക്കാ. സെന്റ് ആന്റണീസിലെ മായാവർമ്മക്ക് കുച്ചുപ്പിടിക്ക് ആദ്യം ഫസ്റ്റ് ഡിക്ലെയർ ചെയ്താ, പിന്നെ തിരുത്ത് വന്നത് സെക്കൻഡായി. അതോടെ നമ്മുടെ യൂണിവേഴ്സിറ്റി സെക്കൻഡ് നിന്നും തേർഡിലേക്ക് ദേ കിടക്കുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം കൺഫ്യൂഷൻ ഇല്ലായിരുന്നു അല്ലേ? ഇവരുടെ നാടകം. അതെ, മൊത്തം 38 നാടകങ്ങൾ പ്രസന്റ് ചെയ്തതിൽ 37 സ്ഥാനത്തെത്തിയല്ലോ. ഊതണ്ട, നല്ല അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. പലരും പറഞ്ഞു ജഡ്ജസിന് വിവരമില്ലാതെ പോയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനോ. Okay, Abhi. See you soon. Okay. ഇന്ന് കോളേജ് വരുന്നില്ലേ? പിന്നെ Okay, bye. പിന്നെ എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങള്? ആദ്യം നിന്റെ വിശേഷങ്ങൾ പറ. അതൊക്കെ വീട്ടിലെത്തി ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് പറയാം. ആ പിന്നെ ഞാനിവിടെ ഇല്ലാത്തപ്പോ വല്ല ബോംബും വീണ് പൊട്ടിയോ? ഒരു വലിയ ബോംബ് വീണു, പക്ഷെ പൊട്ടിയില്ല. ഓ, വർഷയുടെ ബോംബ് അതിനിയും പൊട്ടിയില്ലേ? അയ്യേ, അവളെയും കൊള്ളൂല, നിന്നെ പിന്നെ ഒട്ടും കൊള്ളൂല. ഇനിയിപ്പൊ ഞാൻ നേരിട്ട് ഇടപെടാം. നീ അங்கே நான் இங்கே இன்பம் காண்பதும் எங்கே இன்பம் காண்பதும் இங்கே. வந்தாச்சா? സൗഖ്യമാ? ഞാനില്ലാത്ത സമയത്ത് കാതൽ മന്നൻ ചിന്നയ്യ വന്നെന്ന് കേട്ടു. എപ്പടിയുണ്ട് കാതൽ? அந்த கதையை ஏன் பா கேக்குற? என்ற காதலு கத்திரிக்காய் குழம்புல ஓட்ட கருவாடு கணக்கா இருக்குது. இந்த வருஷமும் பொங்கலுக்கு முன்னாடி அந்த ஆளோட அம்மா சாகலன்னு வையி, இன்னும் 10 வருஷத்துக்கு சாவே கிடையாது ஜோசிக்கார சொல்லி போட்டாப்பா. இந்த மாதிரி சிச்சுவேஷன் நீ எந்த படத்துலயாவது பாத்துருக்கிறியாப்பா? ഇതുവരെ ഒരു പടത്തിലും പാത്തിട്ടില്ല. நான் பாக்குற வரைக்கும் பாப்பேன். என்னோட செமைய ரொம்ப சோதனை பண்ணாங்க. சாப்பாட்டுல பூச்சி மருந்தை கலக்கி அந்த கிளவிய க்ளோஸ் பண்ணிடுவேன். പൂച്ച മരുന്നാ? ടിക് 20. കറക്റ്റ്. ചോറില് ടിക് 20 കലക്കി തള്ളയെ തട്ടിക്കളയാൻ പറ. ഓക്കേ. അത് ശരി. യൂത്ത് ഫെസ്റ്റിവലിന്റെ ബാക്കി ഡാൻസ് ഇവിടെയുണ്ടോ? ദേ മായ വിളിക്കുന്നു സോനെ. അങ്ങോട്ടല്ലേ പോണത് ബേബാൻഡി? ആദ്യം ഇവിടെ ഹാജർ വെക്കണ്ടേ? ഒന്നിങ്ങ